3D സിനിമകൾ അതിന്റെ പൂർണ്ണതയിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐമാക്സ് തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതും വെറും ഐമാക്സ് തിയേറ്ററിൽ പോയി കണ്ടാൽ പോരാ, ഐമാക്സ് വിത്ത് ലേസർ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അങ്ങനെ വണ്ടി എടുത്ത് ഐമാക്സ് വിത്ത് ലേസർ തിയേറ്ററിലേക്ക് തന്നെ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതും എവിടാന്നറിയോ? മുംബൈയിലാണ്. രാവിലെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് മുംബൈയിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടത് സാധാരണക്കാരുടെ തിരക്ക് പിടിച്ച ജീവിതമാണ്. ദിവസം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പെടാപ്പാടുകളാണ് നമ്മൾ രാവിലെ കാണുന്നത്. മറു സൈഡിൽ വലിയ വലിയ മുംബൈയിലെ വലിയ വലിയ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആ യാത്ര എത്തിച്ചേർന്ന് എവിടാന്നറിയോ? നമ്മുടെ മുംബൈയിൽ തന്നെ ഫീനിക്സ് പലേഡിയം മാളിലാണ്. അത്യാവശ്യം വലിയ വലിയ ഇവന്റ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു മാളാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഫീനിക്സ് പലേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്തൊരു PVR ഐക്കൺ തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ ഐമാക്സ് തിയേറ്റർ വരുന്നത് കേട്ടോ. ഐമാക്സ് വിത്ത് ലേസർ തിയേറ്റർ വരുന്നത്. ഈ ഒരു മാളിനോട് ചേർന്ന് തന്നെ വളരെ വലിയൊരു ബിൽഡിങ്ങിലായിട്ടാണ് ഈ ഒരു PVRന്റെ തിയേറ്റർ വരുന്നത് കേട്ടോ. അപ്പോൾ ബോക്സ് ഓഫീസ് എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിലേ തിയേറ്ററിന് മുൻപിലായിട്ട് തന്നെ ബോക്സ് ഓഫീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഓൺലൈൻ ടിക്കറ്റ് ആണല്ലോ ബുക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ കാണിച്ചുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററിനകത്തേക്ക് കയറാനുള്ള സൗകര്യം PVRലുണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വെയിറ്റ് ലോബിയാണ്. അവിടെ PVRന്റെ ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് വളരെ മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അവരുടെ മനോഹരമായിട്ടുള്ള ഷാൻഡിയേഴ്സ് ആണ്. ഏറ്റവും മുകളിലായിട്ട് തന്നെ അത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ മെയിൻ അട്രാക്ഷൻ പോകുന്നത്, നമ്മുടെ കണ്ണിൻ്റെ അട്രാക്ഷൻ പോകുന്നതും അങ്ങോട്ടായിരിക്കും. അപ്പോൾ ഞാൻ ആ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതെന്താണെന്ന് ചോദിക്കുവാണെങ്കിലേ ഈ പില്ലറിലും അതുപോലെ തന്നെ ഏറ്റവും മുകളിലുമായിട്ട് നമുക്ക് LED സ്ക്രീനിൽ സിനിമ പ്രൊമോഷൻസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. വളരെ മനോഹരമാണ്, അതുപോലെ തന്നെ അട്രാക്റ്റീവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. Audi 3, 4 അതുപോലെ തന്നെ നമ്മുടെ ലക്സ് തിയേറ്ററും വരുന്നത് ഈ ഒരു ഫ്ലോറിലാണ് കേട്ടോ. അതിൻ്റെ കഫ്റ്റീരിയ ഒക്കെ നമുക്ക് ഈ ഒരു വെയിറ്റ് ലോബിൽ തന്നെ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് പോകേണ്ടത് ഐമാക്സ് ആണല്ലോ. അപ്പോൾ Audi 5, Audi 6 അതുപോലെ തന്നെ ഐമാക്സ് വരുന്നത് മുകളിലോട്ടാണ്. നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റ് സൗകര്യം ഉണ്ട്. പക്ഷേ ഞങ്ങൾ സെലക്ട് ചെയ്തത് എസ്കലേറ്റർ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ എസ്കലേറ്റർ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് താഴെ റെഡ് കാർപ്പറ്റ് കാണാൻ പറ്റും. അതിൽ തന്നെ ഈ ഒരു PVR ഐക്കൺ ഒക്കെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തിയേറ്ററുകളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡിങ് കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറിയപ്പോഴാണ് നമ്മൾ താഴെ കണ്ടതിനേക്കാളും വിശാലമായിട്ടുള്ളൊരു വെയിറ്റ് ലോബി കണ്ടത് കേട്ടോ. വളരെ മനോഹരമാണ്. അവിടെയും നമ്മൾ താഴെ കണ്ട പോലെ തന്നെ പില്ലറിനകത്ത് സിനിമ പ്രൊമോഷൻസ് കാണാൻ പറ്റും. അതായത് സിനിമ സീക്വൻസ്, ട്രെയിലേഴ്സ് ഒക്കെ ഈ ഒരു പില്ലറിൽ ഇങ്ങനെ LED സ്ക്രീൻ വഴി പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളിലും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു തീം തന്നെയാണ്, ഒരു ലൈബ്രറി തീമാണ് നമ്മുടെ ഈ ഒരു വെയിറ്റ് ലോബിക്ക് അവർ സ്വീകരിച്ചിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. അതിൽ താഴെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഈ സ്ക്രീനുകളിൽ പോയി സിനിമ കാണുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടുള്ള കഫ്റ്റീരിയ, സ്നാക്ക് കൗണ്ടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നമ്മുടെ ഐമാക്സ് വിത്ത് ലേസർ തിയേറ്ററിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പരസ്യം അവരിട്ടു. വളരെ മനോഹരമാണ് ആ ഒരു പരസ്യം കാണാൻ തന്നെ. കാര്യം നമ്മൾ സാധാരണ പരസ്യം നമുക്ക് വെറുപ്പിക്കുന്ന പരിപാടിയാണെങ്കിൽ പോലും ഈ ഒരു പരസ്യത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ 3D ഗ്ലാസ് ഉണ്ട്. 3D ഗ്ലാസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലേ നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സിലെ കാണുന്ന പോലെ അത്ര വലിയ ഗ്ലാസ് അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ സൈസ് കുറവായിട്ടുള്ള ഗ്ലാസ് ആണ് നമുക്ക് തരുന്നത് കേട്ടോ. പക്ഷേ ക്വാളിറ്റി ഒന്നും ഒട്ടും മോശമല്ല. കാര്യം ഐമാക്സ് വിത്ത് ലേസർ ആണല്ലോ. അതിനുശേഷം ഈ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ഐമാക്സിൻ്റെ പ്രൊമോ കണ്ടത്. ആ പ്രൊമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ വേറെ ലെവൽ എന്ന് തന്നെ പറയാം. 3Dയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്നത്. ഇനി തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിലേ ഈ തിയേറ്ററിന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഐമാക്സിന്റെ വലിയ ബ്രാൻഡിങ് കാണാൻ പറ്റും. ആ ഐമാക്സ് എന്ന് എഴുതിയേക്കുന്ന കാണുന്നത് തന്നെയാണ്. അതിനകത്ത് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത് കാണുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ആദ്യം നോക്കുന്നത് ഈ രണ്ട് സൈഡിലേക്കായിരിക്കും കേട്ടോ. വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റ് അറേഞ്ച്മെന്റ് ആണ്. ഒരു ബ്ലൂ കളർ തീമാണ് ഈ ഒരു തിയേറ്റർ ഹോളിൽ അവർ സ്വീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെ അത്രയും മനോഹരമായിട്ട് ഇന്റീരിയർ വർക്ക് ഒരുപാട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു സീറ്റിന്റെ ഭംഗിയും അതിന്റെ ഒരു അറേഞ്ച്മെന്റും വളരെ നന്നായിട്ട് തന്നെയാണ് PVR അത് ചെയ്തിരിക്കുന്നത്. ഇനി റിക്ലൈനർ സീറ്റിന്റെ കാര്യം പറയുവാണെങ്കിൽ ഏറ്റവും പുറകിലായിട്ട് 16 റിക്ലൈനർ സീറ്റാണ് വരുന്നത്. ഒരു ബ്ലൂ കളറിൽ ലെതർ ടൈപ്പ് സീറ്റാണ് വരുന്നത്. റിക്ലൈനർ ആയതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു സീറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. തൊട്ട് മുമ്പിൽ കാണുന്ന എല്ലാ സീറ്റുകളെയും പ്രൈം കാറ്റഗറി എന്നാണ് പറയുന്നത് കേട്ടോ. നോർമൽ സീറ്റാണ്. കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ. കംഫർട്ടബിളിന്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇരുന്ന് സിനിമ കാണാൻ പറ്റും. ഒരുപാട് അങ്ങോട്ട് റിക്ലൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല, എങ്കിലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സീറ്റാണ് കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രം ഐമാക്സായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്
ട്രിവാൻഡ്രം ഐമാക്സിലെ സീറ്റ് തന്നെയാണ് മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നൊരു സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പ്രൈം കാറ്റഗറിയിൽ മൊത്തം 386 സീറ്റ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു പ്രൈമും റിക്ലൈനറും കൂടെ ചേർത്ത് മൊത്തം 402 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള അത്യാവശ്യം നല്ല വലിയൊരു തിയേറ്റർ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഐമാക്സ് വിത്ത് ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തൊരു പോസിറ്റീവ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇവിടുത്തെ സ്ലോപ്പ് തന്നെയാണ്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സ്ലോപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിലിരിക്കുന്ന ആളുടെ തലയൊന്നും സിനിമ കാണുന്ന സമയത്ത് കാണാനായിട്ട് പറ്റത്തില്ല. ആ കാര്യത്തിൽ PVR വളരെ നന്നായിട്ട് തന്നെ ഇവിടെ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ 3D പ്രൊജക്ഷൻ തന്നെയാണ്. വളരെ മനോഹരമാണ്. ഇന്ത്യയുടെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് 3D പ്രൊജക്ഷൻ തന്നെ നമുക്ക് പറയാം. ഏറ്റവും മികച്ച 3D ഡെപ്തും അതുപോലെ തന്നെ വളരെ വിവിഡായിട്ടുള്ള കളേഴ്സ് ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഷാർപ്പ് ഇമേജ് ആണ്. 3D ഡെപ്ത് വളരെ കൂടുതലാണ്. പ്രൊജക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് ഫുൾ മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു തിയേറ്ററാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് സൗണ്ടിൻ്റെ കാര്യത്തിലും ബേസ് ഒക്കെ വേറെ ലെവൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റിയ ഒരു തിയേറ്ററാണ്. ഇനി സ്ക്രീനിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഐമാക്സ് ആണ്. അത്യാവശ്യം നല്ല വലിയ സ്ക്രീൻ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്ക്രീൻ സൈസ് വരുന്നത് 59 ഫീറ്റ് ബൈ 31 ഫീറ്റ് വലിപ്പമാണ് കേട്ടോ ഈ ഒരു മുംബൈയിലെ ഫീനിക്സ് പലേഡിയം മാളിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓവറോൾ പറയുവാണെങ്കിൽ 3D സിനിമകൾ കാണാൻ പറ്റുന്ന ഏറ്റവും മികച്ച തിയേറ്ററുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അതിലൊന്നാണ് നമ്മുടെ ഐമാക്സ് വിത്ത് ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ തിയേറ്ററിൽ നമ്മൾ സിനിമ കണ്ടിറങ്ങി പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് PVR സർപ്രൈസ് ഒരുക്കി തരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്ക് ഈ ലൈബ്രറി പോലെ തന്നെ ബുക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന കുറേ ഇമേജുകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. പക്ഷെ അത് ബുക്സ് അല്ല, പഴയ സിനിമകളുടെ കാസറ്റിനകത്ത് പേര് എഴുതി വെച്ചേക്കുന്നത് പോലെ അത് അടുക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു തീമിലാണ് അവരുടെ ഒരു എക്സിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള വെയിറ്റ് ലോബിയും അതുപോലെ തന്നെ ഈ ഒരു എക്സിറ്റിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് ഇറങ്ങാൻ പറ്റിയൊരു തിയേറ്ററാണ് നമ്മുടെ ഈ ഒരു ഐമാക്സ് വിത്ത് ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.